ഹായ്. ഇപ്പോൾ എല്ലാവർക്കും പുതിയ ടാക്സ് റെജീം പ്രകാരമാണ് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടി വരുന്നത് അല്ലേ? കാരണം 12 ലക്ഷം രൂപ വരെ നമുക്ക് ടാക്സ് അടക്കേണ്ട ആവശ്യമില്ല. അത് കൂടാതെ 75,000 രൂപ വരെ നമുക്ക് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കിട്ടുന്നുണ്ട്. പക്ഷേ അവിടെ ഒളിഞ്ഞിരിക്കുന്ന ഒരു നെഗറ്റീവ് എന്ന് എല്ലാവരും പറയുന്ന ഒരു കാര്യം എന്താണ്? നമുക്ക് ഡിഡക്ഷൻസ് ഒന്നും പോസിബിൾ അല്ല എന്നുള്ളതാണ്. ന്യൂ ടാക്സ് റെജീമിൽ ഡിഡക്ഷൻസ് ഒന്നുമില്ലെന്ന് നിങ്ങളും കരുതുന്നുണ്ടോ? എന്നാൽ അങ്ങനെയല്ല. പല ജീവനക്കാർക്കും അറിയാത്ത ഒരു വലിയ ആനുകൂല്യം ഇപ്പോഴും ഉണ്ട്. അതാണ് എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷൻ ടു EPF ആൻഡ് കോർപ്പറേറ്റ് NPS. ഈ ആനുകൂല്യം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ബേസിക് സാലറിയുടെ 12% തുക എത്രയാണോ ആ എമൗണ്ട് എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ ആയിട്ട് EPF-ലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ എംപ്ലോയറോട് ആവശ്യപ്പെടാം. അതുപോലെ തന്നെ കോർപ്പറേറ്റ് NPS-ലേക്ക് നിങ്ങളുടെ ബേസിക് സാലറിയുടെ 14% പൂർണ്ണമായും ഡെപ്പോസിറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ എംപ്ലോയറോട് ആവശ്യപ്പെടാം. എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷൻ ടു EPF, കോൺട്രിബ്യൂഷൻ ടു NPS, സൂപ്പർ ആനുവേഷൻ ഫണ്ട് കോൺട്രിബ്യൂഷൻ, ഈ 3 തുകയും കൂടെ ചേർത്ത് 7,50,000 രൂപ വരെ നിങ്ങൾക്ക് ടാക്സിലെ ആനുകൂല്യം ലഭിക്കും. ഈ കോർപ്പറേറ്റ് NPS എന്ന സൗകര്യം നിങ്ങളുടെ കമ്പനി നൽകുന്നുണ്ടോ എന്നുള്ളത് അന്വേഷിക്കുക. ഈ ആനുകൂല്യങ്ങളെല്ലാം ശരിയായി ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വർഷം തോറും വലിയൊരു തുക ടാക്സ് ഇനത്തിൽ പുതിയ ടാക്സ് റെജീം പ്രകാരമാണെങ്കിൽ പോലും ലാഭിക്കാനായിട്ട് സാധിക്കും.